മാഗ്നറ്റിക് റീഡ് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡോർ സെക്യൂരിറ്റി അലാം സർക്യൂട്ടും അതിന്റെ പ്രവർത്തനവും മനസ്സിലാക്കാം. ഇതുപോലുള്ള പലവിധ സർക്യൂട്ടുകൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനം മനസ്സിലാക്കുകയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത്തരം സർക്യൂട്ടുകളുടെ പ്രവർത്തനം മനസ്സിലാക്കി നിർമ്മിച്ചു നോക്കുന്നത് ഇലക്ട്രോണിക്സിലെ തുടക്കക്കാരായ ആളുകൾക്ക് പലവിധ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനും പുതിയ സർക്യൂട്ടുകൾ അസംബിൾ ചെയ്യുന്നതിനും വളരെ പ്രയോജനപ്രദമായിരിക്കും. ഈ സർക്യൂട്ട് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. BC547 ട്രാൻസിസ്റ്റർ ഇത് ഒരെണ്ണം വേണം. മാഗ്നറ്റിക് റീഡ് സ്വിച്ച് ഒരെണ്ണം വേണം. ഇത്തരം സ്വിച്ചുകളുടെ സാധാരണ അവസ്ഥയിൽ രണ്ട് പിന്നുകൾ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്ട് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇതിനടുത്ത് മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ഇതിന്റെ രണ്ട് പിന്നുകളും തമ്മിൽ കോണ്ടാക്റ്റിലായി മാറുന്നു. ഇങ്ങനെയാണ് ഇതൊരു സ്വിച്ചായി വർക്ക് ചെയ്യുന്നത്. 47K റെസിസ്റ്റർ ഒരെണ്ണം, 12 വോൾട്ട് ബസർ ഒരെണ്ണം, 9 വോൾട്ട് ബാറ്ററി കണക്ടർ, പിന്നെ ചെറിയൊരു മാഗ്നറ്റും. ഇതിന് നമുക്ക് സ്പീക്കറിന്റെ പുറകിലൊക്കെയുള്ള ചെറിയ മാഗ്നറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കാം. സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന BC547 ട്രാൻസിസ്റ്ററിന്റെ നമ്പർ വായിക്കാവുന്ന വിധത്തിൽ പിടിക്കുമ്പോൾ ഒന്നാമത്തെ പിന്ന് കളക്ടർ, രണ്ടാമത്തെ പിന്ന് ബേസ്, മൂന്നാമത്തെ പിന്ന് എമിറ്റർ എന്നിങ്ങനെയാണ്. ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. സാധാരണ അവസ്ഥയിൽ ഈ ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററും കളക്ടറും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ബേസിലേക്ക് വളരെ ചെറിയൊരു പോസിറ്റീവ് ചാർജ് ലഭിക്കുമ്പോൾ ഇതിന്റെ എമിറ്ററും കളക്ടറും തമ്മിൽ കോണ്ടാക്റ്റിലായി മാറുന്നു. ഇങ്ങനെ ഈ ട്രാൻസിസ്റ്റർ ഒരു ഇലക്ട്രോണിക് സ്വിച്ചായി പ്രവർത്തിക്കുന്നു. ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന 12 വോൾട്ട് ബസറിന്റെ പോസിറ്റീവ് പിന്ന് ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് ലൈനിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബസറിന്റെ നെഗറ്റീവ് പിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലേക്കാണ്. ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലേക്ക് ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് ലൈൻ നേരിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസിലേക്ക് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നതിന് വേണ്ടി ബേസിൽ നിന്നും ഒരു 47K റെസിസ്റ്റർ പോസിറ്റീവ് ലൈനിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതേ ബേസിൽ നിന്നും ഒരു മാഗ്നറ്റിക് റീഡ് സ്വിച്ച് നെഗറ്റീവ് ലൈനിലേക്കും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ അവസ്ഥയിൽ മാഗ്നറ്റിക് റീഡ് സ്വിച്ചിന്റെ പിന്നുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ടിലേക്ക് ബാറ്ററി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് 47K റെസിസ്റ്റർ വഴി പോസിറ്റീവ് ചാർജ് ലഭിക്കുകയും അതിന്റെ ഫലമായി എമിറ്ററും കളക്ടറും തമ്മിൽ കോണ്ടാക്റ്റിലാവുകയും ചെയ്യുന്നു. ഇങ്ങനെ എമിറ്ററിലുള്ള നെഗറ്റീവ് ചാർജ് കളക്ടർ വഴി ബസറിന്റെ നെഗറ്റീവ് പിന്നിലേക്ക് എത്തുകയും ബസർ വർക്കാവുകയും ചെയ്യുന്നു. എന്നാൽ നമ്മളൊരു മാഗ്നറ്റിന്റെ പീസ് എടുത്ത് റീഡ് സ്വിച്ചിന്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് റീഡ് സ്വിച്ചിന്റെ രണ്ട് പിന്നുകൾ തമ്മിൽ കോണ്ടാക്റ്റിലായി മാറുന്നു. അങ്ങനെ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് റീഡ് സ്വിച്ച് വഴി നേരിട്ട് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് എത്തുന്നു. ബേസിൽ നെഗറ്റീവ് ചാർജ് ലഭിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബസർ ഈ സമയത്ത് വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ റീഡ് സ്വിച്ചിനടുത്ത് നിന്നും മാഗ്നറ്റിനെ എടുത്തു മാറ്റുന്ന സമയത്ത് റീഡ് സ്വിച്ചിന്റെ കോണ്ടാക്ട് ഒഴിവാകുന്നതിനാൽ ഇവിടെ വീണ്ടും ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് പോസിറ്റീവ് ചാർജ് ആക്റ്റീവ് ആകുന്നു. ഇങ്ങനെ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും ബസർ വർക്കാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ 12 വോൾട്ട് ബസറിന്റെ പോസിറ്റീവ് പിന്ന് ബാറ്ററി കണക്ടറിലെ പോസിറ്റീവ് വയറിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബസറിന്റെ നെഗറ്റീവ് പിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലേക്കാണ്. ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലേക്ക് ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ബേസിലേക്ക് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നതിന് വേണ്ടി 47K റെസിസ്റ്റർ പോസിറ്റീവ് കണക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേ ബേസിൽ നിന്ന് തന്നെ മാഗ്നറ്റിക് റീഡ് സ്വിച്ച് നെഗറ്റീവ് വയറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് ബസർ വർക്ക് ചെയ്യുന്നതായി കാണാം. ഇനി നമുക്ക് ഈ റീഡ് സ്വിച്ചിനടുത്ത് മാഗ്നറ്റ് കൊണ്ടുവന്ന് നോക്കാം. റീഡ് സ്വിച്ചിനടുത്ത് മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയത്ത് റീഡ് സ്വിച്ചിന്റെ പിന്നുകൾ തമ്മിൽ കോണ്ടാക്റ്റിലാകുന്നതിനാൽ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് നെഗറ്റീവ് ചാർജ് നേരിട്ടെത്തുന്നു. ഈ സമയത്ത് ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലായിരിക്കും. സർക്യൂട്ട് നിർമ്മിച്ച് ബാറ്ററിയും ചെറിയൊരു സ്വിച്ചും ഉൾപ്പെടുത്തി ചെറിയൊരു ബോക്സിനകത്താക്കുക. ആ ബോക്സ് നമ്മുടെ ഡോർ ഫ്രെയിമിന് മുകളിൽ ഒട്ടിച്ചു വെക്കുക. ഡോർ അടയ്ക്കുമ്പോൾ മാത്രം റീഡ് സ്വിച്ചിനടുത്ത് വരത്തക്ക രീതിയിൽ ചെറിയൊരു മാഗ്നറ്റിന്റെ പീസ് ഡോറിന് മുകളിലും ഒട്ടിച്ചു വെക്കുക. ഇത്ര വലിയ മാഗ്നറ്റ് വേണമെന്നില്ല, ചെറിയൊരു പീസ് ഒട്ടിച്ചു വെച്ചാലും മതി. അങ്ങനെ ചെയ്താൽ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം ഈ സൈറൻ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള മറ്റ് പലവിധ ആവശ്യങ്ങൾക്കും ഈ സർക്യൂട്ട് ഉപയോഗിക്കാവുന്നതാണ്.
ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങളുടെ ഒഴിവു സമയത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സർക്യൂട്ടുകളെ പറ്റി മനസ്സിലാക്കി പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കാം. നിങ്ങളുടെ ജോലിയോ പ്രായമോ അതിന് തടസ്സമല്ല. ക്ലാസ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി 8075 53 14 81 എന്ന നമ്പറിലേക്ക് ഹായ് എന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.